പ്രമുഖ ചരിത്രകാരനും ഗവേഷകനും കേരള ചരിത്രരചനയിൽ പുതിയ ദിശാബോധം രൂപപ്പെടുത്തിയ പ്രതിഭാധനനുമായ പ്രൊഫസർ MGS നാരായണൻ അനുസ്മരണവും ചരിത്ര സെമിനാറും മെയ് 14-ന് വടകര ഗ്രീൻ പാലസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. MGS ഹിസ്റ്ററി ഫൗണ്ടേഷനും മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് ചരിത്ര വിഭാഗം പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിപാടി MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും ചരിത്ര പണ്ഡിതനുമായ ഡോക്ടർ രാജൻ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്യും. കേരള ചരിത്ര രചന പ്രൊഫസർ MGS പൈതൃകത്തിനും അപ്പുറം എന്ന വിഷയത്തിൽ ഡോക്ടർ മനു വി ദേവദേവൻ, ഡോക്ടർ KS മാധവൻ, ഡോക്ടർ KP രാജേഷ് എന്നിവർ പ്രബന്ധാവതരണം നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രൊഫസർ MGS നാരായണന്റെ അനുസ്മരണവും ചരിത്ര സെമിനാറും വടകര ഗ്രീൻ പാലസിൽ വെച്ച് മെയ് 14-ന് നടക്കുകയാണ്. മടപ്പള്ളി കോളേജ് ചരിത്ര വിഭാഗം പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും MGS ഹിസ്റ്ററി ഫൗണ്ടേഷനും സംയുക്തമായിട്ടാണ് ഈ അനുസ്മരണവും സെമിനാറും സംഘടിപ്പിക്കുന്നത്. MG സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ രാജൻ ഗുരുക്കളാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം MGS അനുസ്മരണവും അവസരത്തിൽ നടത്തും. അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരാണുള്ളത്, അതുകൊണ്ട് എത്തിപ്പെടാൻ കഴിയില്ല. ഓൺലൈനായിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചരിത്ര സംവാദമാണ് അനുസ്മരണ സമ്മേളനം കഴിഞ്ഞാൽ. അതിൽ MGS ഹിസ്റ്ററി ഫൗണ്ടേഷൻ്റെ പ്രൊഫസർ V വേണു ആ ചരിത്ര സെമിനാർ മോഡറേറ്ററായി. ചരിത്ര സംവാദത്തിൻ്റെ വിഷയം കേരള ചരിത്രം എന്ന പ്രൊഫസർ MGS പൈതൃകത്തിനും അപ്പുറം എന്നാണ്. ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ മനു വി ദേവദേവൻ, അദ്ദേഹം പ്രൊഫസർ IIT മണ്ഡി ഹിമാചൽ പ്രദേശ്. അതുപോലെ ഡോക്ടർ KS മാധവൻ, ചരിത്രവിഭാഗം കാലിക്കറ്റ് സർവകലാശാല. ഡോക്ടർ KP രാജേഷ്, ചരിത്രവിഭാഗം NSS കോളേജ് മഞ്ചേരി. ഇത്രയാണ് ആ സംവാദത്തിൽ. പിന്നെ അവിടെ ചർച്ച നടക്കും, ശ്രോതാക്കളുടെ മറുപടി ഉണ്ടാവും. ഞങ്ങളുടെ ചരിത്ര വിഭാഗം പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഏകദേശം കോളേജിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്താണ് വളരെ ആക്റ്റീവായിട്ട് രൂപപ്പെടുത്തിയെടുത്തത്. അതിനുശേഷം ഞങ്ങൾ പല പരിപാടികളും വടകര നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് കേരള ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള ഡോക്ടർ MGS സാറിൻ്റെ പേരിൽ ഒരു സെമിനാർ നടത്തുകയും അദ്ദേഹത്തെ പറ്റി ഒരു അനുസ്മരണം നടത്തുകയും ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് MGS സാറിൻ്റെ പഠിപ്പിച്ച കുട്ടികളായിട്ടുള്ള, അതായത് 76-78 ബാച്ചിലെ MA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസാണ് MGS ഹിസ്റ്ററി ഫൗണ്ടേഷൻ എന്നുള്ളൊരു സംഘടന. അതായത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന് ഒരു ഗുരുദക്ഷിണയായിട്ട് ഞങ്ങളുടെ കുട്ടികൾ 2014 സാറിൻ്റെ 80 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള സാറിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും ഞങ്ങൾ ഓരോ പരിപാടികൾ നടത്താറുണ്ട്. ഇപ്പോൾ വടകരയും സാധാരണ കോഴിക്കോടാണ് നടത്താറ്. അപ്പോൾ ആദ്യമായിട്ട് വടകരയിൽ ഇത്തരത്തിലുള്ള ഒരു ചരിത്ര സെമിനാർ നടത്തി വടകരയുള്ള കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ചരിത്ര പഠനത്തിൽ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു സംവാദം ഇവിടെ നടത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ MGS നാരായണൻ കേരള ചരിത്ര രചനയിൽ ചരിത്ര പഠനത്തിൽ നിർണായകമായൊരു വഴിത്തിരിവുണ്ടാക്കിയ വ്യക്തിത്വമാണ്. നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. മിത്തുകളിലും ഐതിഹ്യങ്ങളിലും കെട്ടുപിടിഞ്ഞ് കിടന്നിരുന്ന കേരള ചരിത്രത്തിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ടാക്കി അതിന് പക്വതയാർന്ന തലത്തിലേക്ക് എത്തിച്ച ഒരു പ്രധാന ചരിത്രകാരനാണ് ഡോക്ടർ MGS നാരായണൻ. അപ്പം ഡോക്ടർ MGS നാരായണൻ ഹിസ്റ്ററി ഫൗണ്ടേഷൻ്റെ പ്രധാന ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ സ്മരണം നിലനിർത്തുന്നതോടൊപ്പം തന്നെ ചരിത്രം എന്ന വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ സംഭവവികാസങ്ങൾ പുതിയ തലമുറയിലെ ചരിത്ര വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുക എന്നതുകൂടിയാണ്. കേവലം MGSൻ്റെ അനുസ്മരണത്തിനേക്കാൾ ഉപരി ചരിത്ര പഠനത്തിലെ ചരിത്ര രചനയിലെ പുതിയ മാറ്റങ്ങൾ, രചനാരീതികൾ, പഠന രീതികളൊക്കെ പുതിയ തലമുറയുടെ അടുത്ത് എത്തിക്കുക എന്നത് ഈ ഫൗണ്ടേഷൻ്റെ ഒരു പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇത് കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഇത് ഞങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ഒരു എളിയ ഉദ്ദേശമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ്
കോഴിക്കോട് ജില്ലയിലെ തന്നെ ഒരു പ്രധാന പട്ടണമായ വടകരയിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ടുവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന മെയ് 14-ാം തീയതിത്തെ സെമിനാർ. ചരിത്രരചന, കേരള ചരിത്രരചന MGSൽ നിന്ന് എങ്ങോട്ടേക്കാണ് ഇനി സഞ്ചരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് സഞ്ചരിച്ചു എന്നതിനെക്കുറിച്ചുള്ളൊരു സംവാദമാണ് ഈ ഒരു സെമിനാറിൻ്റെ പ്രധാന ഉദ്ദേശം. വാർത്താ സമ്മേളനത്തിൽ TK വിജയരാഘവൻ, ഡോക്ടർ KP അമ്മുക്കുട്ടി, KK ഭരതൻ, MC വസിഷ്ഠ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.